ഒടുവിൽ രാഹുൽ ഗാന്ധി ജന്തർ മന്ദറിലേക്ക് എന്ന സൂചന ലഭ്യമാകുകയാണ്. അല്പസമയത്തിനകം സമരപന്തലിൽ രാഹുൽ ഗാന്ധി എത്തിയേക്കും. 4 മണിക്ക് രാഹുൽ മാധ്യമങ്ങളെയും കാണുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വിഷ്ണു പ്രസാദ് ചേരുന്നുണ്ട്. വിഷ്ണു, നേരത്തെ സമരത്തിന്റെ ഭാഗമായിരുന്നില്ല, ജന്തർ മന്ദറിലേക്കോ ഒന്നും പോകുന്നില്ല, കോൺഗ്രസ് മാറി നിൽക്കുന്ന സമീപനം സ്വീകരിച്ചെങ്കിൽ ഇന്നലെയോടെ കാര്യങ്ങൾ മാറി. ഇനിയിപ്പോൾ സമരം നടത്തുന്ന CJP പ്രവർത്തകരെ നേരിട്ടെത്തി കാണുന്നതിലേക്ക് എത്തുകയാണോ? എപ്പോൾ സമയം നിശ്ചയിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ വരവ് സംബന്ധിച്ച്? ഇതിനകം ഡൽഹി ജന്തർമന്ദറിലെ CJP സമരപ്പന്തലിൽ എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നേരത്തെ ഇതുവരെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഒന്നും തന്നെ ഈ CJPയുടെ സമരത്തെ പിന്തുണച്ചെത്തിയിരുന്നില്ല. ആകെ എത്തിയിട്ടുണ്ടായിരുന്നത് കോൺഗ്രസിൽ നിന്ന് ഒരേ ഒരാളാണ്, പവൻ ഖേഡ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ഈ CJPയുടെ സമരപ്പന്തലിലേക്ക് വരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനം വളരെ ശക്തമായ രീതിയിൽ ഈ ഒരു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന് കൂടുതൽ കരുത്തു പകരുന്ന ഒന്നാവുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. നിലവിൽ നമ്മുടെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും 2 തലങ്ങളിലുള്ള സമരമാണ്. അതായത് ഒന്ന് CJPയുമായി ബന്ധപ്പെട്ട് തെരുവുകളിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം, മറ്റൊന്ന് വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന സമരം. എന്തായാലും ഇപ്പോൾ ഈ 2 സമരങ്ങളും കൂടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ സ്വാഭാവികമായും ലോക്സഭ ജനതാ പാർട്ടി ജന്തർമന്ദറിൽ നടത്തുന്ന സമരത്തിന്റെ അടുത്ത ഘട്ടം എന്ന് അതിനെ വിശ്വസിക്കാൻ സാധിക്കും. കൂടുതൽ കരുത്തുറ്റ രീതിയിലായിരിക്കും ഇനി അങ്ങോട്ട് സമരം എന്നതിന് സൂചന കൂടിയായി മാറും രാഹുൽ ഗാന്ധി ജന്തർമന്ദറിൽ എത്തുകയാണെങ്കിൽ. എന്തായാലും വലിയ പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ജന്തർമന്ദറിന് ചുറ്റുമായി. അത് രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന് മുന്നോടിയായാണോ എന്നതിലാണ് ഇനിയൊരു വ്യക്തത വരേണ്ടത്. 4 മണിക്ക് രാഹുൽ ഗാന്ധിയുടെ നിർണായക വാർത്താ സമ്മേളനമുണ്ട്. അതിന് മുന്നോടിയായി തന്നെ ഈ ഒരു സന്ദർശനം പൂർത്തിയാവുകയാണെങ്കിൽ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കൂടി ജന്തർമന്ദർ സാക്ഷ്യം വഹിക്കും. ശരി വിഷ്ണു, മറ്റൊരു അപ്ഡേറ്റ് കൂടി ഉള്ളത്, സോനം വാങ്ചുവിനോട് അഭ്യർത്ഥന നടത്തുകയാണ് അഭിജിത്ത് ദീപ്കെ. സമരം അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യം. വാങ്ചുകിന്റെ ജീവൻ രാജ്യത്തിന് വിലപ്പെട്ടതാണെന്നും അഭിജിത്ത് ആവശ്യപ്പെട്ടു.